പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. എങ്ങനെയാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 വലിയ സവാള നേർമയായി അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 7-8 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കാം. 5 പച്ചമുളക് ചീന്തിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റുക. പിന്നീട് തീ കുറച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ എളുപ്പം ഇതൊന്ന് വഴന്നു കിട്ടും. ഈ കറിയിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 5 പച്ചമുളക് ചേർത്തിരിക്കുന്നത്. ഇപ്പൊ സവാളയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. സ്റ്റവിന്റെ തീ ഏറ്റവും കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് 1 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി തക്കാളിയൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ പാൻ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാകും. ചെറിയ തീയിൽ തന്നെ വെക്കുക. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി കറിയിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അത് 1.5 കപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം 1-2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി സവാളയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർക്കാം. മുട്ട ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് കുത്തിയതിന് ശേഷം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചോളും. മുട്ട ചേർത്തതിന് ശേഷം മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് കുറുകിയ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 1 മുറി തേങ്ങ ചിരണ്ടി അതിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് പാലെടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ ഈ കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ.